ജീവിതത്തിൽ വളരെ വേഗം ഓടിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിന്റെ മാറ്റത്തിനനുസരിച്ച് ഓടിക്കൊണ്ടിരുന്ന ഈ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള വിളിയും നിയോഗവുമാണ് പ്രിയപ്പെട്ട വാത്സല്യ ദൈവമക്കളെ ഈ തീർത്ഥാടനം എന്ന് പറയുന്നത്. അവനവനെ തന്നെ കൈമോശം പോവുക, അവനവന് തന്നെ അവനവനുള്ളതായ വിശ്വാസവും അവനുള്ളതായ ആ ബലവും നഷ്ടപ്പെട്ടു പോവുക, പലപ്പോഴും ചിന്നിച്ചെതറി പോകുന്ന അനുഭവം, ലോസ്റ്റ്, ടോട്ടലി ലോസ്റ്റ്. അതെല്ലാം ഒന്ന് തുന്നിക്കെട്ടുവാൻ, ഒന്ന് അടുക്കി പെറുക്കി വയ്ക്കുവാൻ, ശേഖരിക്കുവാൻ ഒക്കെയുള്ള യാത്രയായി തീർത്ഥാടനത്തെ കാണാൻ പ്രിയപ്പെട്ട ദൈവമക്കൾക്ക് സാധിക്കണം. ഭാരതീയ പാരമ്പര്യത്തിൽ വലിയ പ്രാധാന്യമുണ്ട് തീർത്ഥാടനത്തിൻ്റെ എന്ന് ഞാൻ പറയാറുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഒരു തീർത്ഥാടന കാലം മഞ്ഞിനിക്കരയിൽ ഇന്ന് സമാപിക്കുകയാണ്. നാളത്തോടുകൂടി കുർബാനയോടുകൂടി അവിടെ കൊണ്ട് തീരരുത് പ്രിയമെന്നവരെ. ഈ തീർത്ഥാടനം ഇവിടെ കൊണ്ട് തീരാൻ പാടില്ല. It has to be continuous. It's a continuous journey. ഈ തീർത്ഥാടനം ഒരു തുടർന്ന യാത്രയാണ് എന്നുള്ളതായ ബോധ്യം നമുക്കുണ്ടാവണം. അവിടെ നിന്നുമാണ് ഇതിന്റെ ആധ്യാത്മികതയെ നമുക്ക് സംശയിച്ചെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തെ തേടിയുള്ള യാത്ര, ദൈവാനുഭവം അന്വേഷിച്ചുകൊണ്ടുള്ള യാത്ര, ദൈവത്തെ നേടിയ ആളുകളെ കണ്ടെത്താനുള്ള യാത്ര. അതാണ് ഇവിടെ ഈ മണ്ണിൽ ഞാനും നിങ്ങളും ഒരുപോലെ കണ്ടെത്തിയിരിക്കുന്നത്. ദൈവത്തെ നേടിയവരെ കണ്ടെത്താനുള്ള യാത്ര, അവരിലുള്ളതായ മധ്യസ്ഥതയിലൂടെ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാനുള്ളതായ സാഹചര്യങ്ങളും സാധ്യതകളും. മൂന്നാമതായി അവനവനിലേക്ക് ഒന്നുകൂടി മുറുകെ പിടിക്കാൻ, നഷ്ടപ്പെട്ടത് കാത്തു സൂക്ഷിക്കുവാൻ അവനവനെ തേടിയുള്ളതായ യാത്ര. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകേണ്ടുന്നതായ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ എത്തിച്ചേർന്ന ഇടം എത്ര വിശുദ്ധമായ ഇടത്താണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്, ശരിയല്ലേ? ഇത്രയും വിശുദ്ധമായ സ്ഥലം വേറെ ഏതാ ഉള്ളത്? ദൈവത്തെ തേടി കണ്ടെത്തി നമുക്ക് തന്ന ക്രിസ്തുവിങ്കലേക്കുള്ളതായ ചൂണ്ടുപലകയായ നമുക്ക് മധ്യേ നിലകൊള്ളുന്ന പരിശുദ്ധനായ ഇഗ്നാത്യോസ് ഏലിയാസൻ പാത്രീനിക്കിസ്താവായ ഇവിടെ കണ്ടെത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ യാത്ര എത്രയോ കണ്ട് സമ്പന്നമായ യാത്രയാണ്. വേദനകളൊക്കെ മാറില്ലേ അവിടെ? എത്ര മുറിപ്പാടുകൾ ഉണ്ടായാലും അതെല്ലാം സൗഖ്യമാക്കുന്നവരുടെ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. സഹനത്തിന്റെ വഴിയാണ് തിരഞ്ഞെടുക്കുന്നത്. ക്രൂശിന്റെ വഴി തിരഞ്ഞെടുക്കാനാണ് ഓരോ തീർത്ഥയാത്രകളും നമ്മെ പ്രേരിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട വാത്സല്യ ദൈവമക്കളെ, സംശയം വേണ്ട, നമ്മൾ ഈ പരിശുദ്ധ മോറാന്റെ സന്നിധിയിൽ സമ്പന്നമായ ദൈവത്തെ കണ്ടെത്തുന്ന അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തിച്ചേരേണ്ടിയിരിക്കുന്നത്. ദൈവത്തെ നേടിയത് സ്വന്തം പ്രാണനെ മറുവിലയായി കൊടുത്തുകൊണ്ടാണ്. അറിയാമായിരുന്നു ഈ യാത്ര സുഖകരമല്ലെന്ന്. പക്ഷെങ്കിൽ ഹൃദയം ഇവിടെയാണ്, ബുദ്ധിയാണ് പറയുന്നത് പോകരുത്. പക്ഷേ ഹൃദയം ബുദ്ധിയിൽ നിന്നും താഴോട്ടിറങ്ങി മലങ്കര മക്കളുടെ സ്നേഹത്തെ പ്രതി, വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ രോഗമോ മരണമോ ഒന്നും, ബന്ധുക്കളോ സ്വന്തക്കാരോ ഒന്നും പ്രശ്നമായിരുന്നില്ല. ദൈവത്തെ തേടിയ യാത്ര, സ്വപ്രാണനെ കൊടുത്ത് ദൈവത്തെ നേടി ഒരു പരിശുദ്ധന്റെ സന്നിധിയിൽ വന്നു നിൽക്കുമ്പോൾ നമ്മൾ എത്രയോ ഭാഗ്യമുള്ളവരാണ് പ്രിയപ്പെട്ട വാത്സല്യ ദൈവമക്കളെ. അനുഗ്രഹമുള്ള യാത്രയിൽ ഒരടിയെങ്കിലും വെക്കാൻ എനിക്കോ നിങ്ങൾക്കോ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന്റെ ഗതിവേഗതികളെ തന്നെ സ്വാധീനിക്കുവാൻ പര്യാപ്തമാണ്. എന്നാൽ നമ്മുടെ ലക്ഷ്യം, അന്വേഷണം, പ്രാർത്ഥന, ഇതെല്ലാം അൾട്ടിമേറ്റ്ലി എൻ്റെ കർത്താവിങ്കലാണ് എന്നുള്ളതായ ബോധ്യമുണ്ടാകണം. അതിലേക്കാണ് നമ്മെ അടുപ്പിക്കുന്നത്. ഈ പരിശുദ്ധ ഖബർ നമ്മെ കൊണ്ടുചെല്ലുന്നത് കർത്താവിന്റെ ക്രൂശിന്റെ ചുവട്ടിലേക്കാണ്. പ്രിയമുള്ളവരെ, ആ സമതലങ്ങളിലേക്ക് ഒരുമിച്ച് നിൽക്കാനാണ് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. പരിശുദ്ധ മോറാന്റെ ഖബറിൽ എത്തുമ്പോൾ നമ്മുടെ തീർത്ഥാടനം അവിടെ കൊണ്ട് തീരുന്നില്ല, തുടരണം. യേശുവിനെ നോക്കി, ക്രൂശിനെ നോക്കി യാത്ര തുടരണം പ്രിയമുള്ളവരെ.